നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, എങ്ങോട്ടായി കയറി പോകുന്ന? എനിക്ക് അമ്മയൊന്ന് കാണണം. ഏതമ്മ? പാർവതി അമ്മ. ഇവിടെ നിൽക്ക്, ഞാൻ വിളിക്കാം. ഞാനെന്താ അകത്ത് കയറിയാല്? ഈ ഉഗ്രവിഷമുള്ള ക്ഷുദ്രജീവികളെന്നും ഞാൻ എന്റെ വീട്ടിനകത്തേക്ക് കേറ്റാറേയില്ല. അവരെയൊക്കെ അതെ അവിടെ നിർത്താറാ പതിവ്. നീയും അവിടെ നിന്നേച്ചാ മതി. ഓ, അപ്പൊ ഞാനും ക്ഷുദ്രജീവിയാണ്. എന്താ സംശയം? എന്നെ താലി കെട്ടിയ പുരുഷന്റെ ഒപ്പം തോന്നിയ പോലെ കറങ്ങി നടക്കുന്ന നിന്നെ അപ്പൊ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം? ഭാര്യ കൊള്ളാഞ്ഞിട്ടാണല്ലോ ഭർത്താവ് വേറൊരുത്തേം കൊണ്ട് നടക്കുന്നത്. നീ കൊള്ളാവുന്നൊരു പെണ്ണായിരുന്നെങ്കിൽ അങ്ങേരത് ചെയ്യുമായിരുന്നോ? കൈയും കണ്ണും കാണിച്ച് വശീകരിക്കാൻ ചിലരിറങ്ങിയ ഏതാണ് എന്റെ മനസ്സൊന്ന് ഇടറിപ്പോവും. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കണ്ണും കൈയും കാണുമ്പോ വശീകരിക്കപ്പെടാൻ നിൽക്കുന്ന സകല ആണുങ്ങളും വശീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ആ നിയമം നിനക്കറിയില്ലേ? എല്ലാ നിയമവും എനിക്കറിയാം. ആ, അത് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. അതിനു മുൻപ് ശരത്തിനെ എനിക്ക് ജാമ്യത്തിൽ ഇറക്കണം. അക്കാര്യം പാർവതിയമ്മയായിട്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. സംസാരിച്ചോ? പക്ഷെ അകത്ത് കയറിയിരുന്നുള്ള സംസാരം വേണ്ട. എന്താടി ഇവൾ അകത്ത് കയറിയാലേ? അതിനുള്ള ഉത്തരം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചാ മതി, പറഞ്ഞുതരും. പിന്നെ എന്റെ വാക്ക് ധിക്കരിച്ച് വിളങ്ങാനും അകത്തേക്ക് കയറിയ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. ഒരു വക്കീലിനെ തല്ലേണ്ടി വരുന്നതിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ചീത്തപ്പേര് കൂടി വാങ്ങി തരരുത് എല്ലാരും കൂടി. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം മോളെ. ഇത് അവളുടെ വീടായി പോയില്ലേ? ഒരു ദിവസം ഈ അഹങ്കാരമൊക്കെ ഞാൻ അവസാനിപ്പിക്കും. ശരത്തൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ജാമ്യത്തിന്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. പുതിയൊരു വക്കീലായിരിക്കും ഇത്തവണ കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അതാരാ അങ്ങനെ ഒരാള്? എനിക്കറിയാവുന്ന ആള് തന്നെ, മിടുക്കന. മോളും പിടിക്കായിരുന്നല്ലോ, എന്നിട്ട് ആദ്യം ജാമ്യം കിട്ടിയില്ലല്ലോ. വകുപ്പുകൾ അങ്ങനെയുള്ളതല്ലേ മുത്തശ്ശി? ഓരോന്നിനും അതിൻ്റെതായ കാലതാമസം വരും. ഇത്തവണ അവൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം മോളെ, അല്ലെങ്കിൽ നാണക്കേടാ. അതെനിക്ക് നന്നായിട്ട് അറിയാമേ. ഈ കേസ് ജയിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണല്ലോ.